കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന നിർണായകമായൊരു ഉദ്യോഗസ്ഥ അഴിച്ചുപണിക്ക് അണിയറയിൽ ഒരുക്കങ്ങൾ നടക്കുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് കടുത്ത അവഗണനകളും പ്രതികാര നടപടികളും നേരിട്ട മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് എത്തുന്നു എന്നതാണ് പുതിയ വാർത്തകൾ നൽകുന്ന സൂചന. UDF സർക്കാർ വിജിലൻസിലെ താക്കോൽ സ്ഥാനത്ത് യോഗേഷ് ഗുപ്തയെ പ്രതിഷ്ഠിച്ചാൽ അത് നിലവിലെ ഭരണകക്ഷിക്ക് വലിയ പ്രതിസന്ധിയാകുമെന്നുറപ്പാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥരിൽ ഒരാളായ യോഗേഷ് ഗുപ്ത അഴിമതിക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെയാണ് ശ്രദ്ധേയനായത്. CBIയിലും EDയിലും ഉന്നത പദവികൾ വഹിക്കാൻ യോഗ്യതയുള്ള കേന്ദ്ര DGPമാരുടെ പട്ടികയിൽ ഇടം പിടിച്ച ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. എന്നാൽ കേരളത്തിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം നേരിട്ടത് സമാനതകളില്ലാത്ത ദ്രോഹ നടപടികളായിരുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. സർക്കാരിന്റെ അതിശക്തനായ ഉപദേശകൻ KM എബ്രഹാമിന്റെ ചില വഴിവിട്ട ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകാത്തതായിരുന്നു യോഗേഷ് ഗുപ്തയോടുള്ള പകപോക്കലിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് സൂചനകൾ. IAS IPS വടംവലികൾക്കിടയിൽ നീതിക്കൊപ്പം നിന്ന യോഗേഷ് ഗുപ്തയെ ഭരണകൂടം ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം നിയമപോരാട്ടത്തിലൂടെ അതിനെയെല്ലാം അതിജീവിച്ചു. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ സർക്കാർ സൃഷ്ടിച്ച തടസ്സങ്ങൾ ഓരോന്നായി അദ്ദേഹം നിയമപരമായി തന്നെ തകർത്തു. കേന്ദ്ര സർക്കാരിന്റെ DGP എംപാനൽമെന്റിലുള്ള ക്ലിയറൻസ് പോലും നിഷേധിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചെങ്കിലും കോടതിയിലൂടെ അദ്ദേഹം അത് നേടിയെടുത്തു. വിവരാവകാശ നിയമത്തെ ആയുധമാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും പ്രതിരോധത്തിലാക്കിയ അപൂർവം ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അദ്ദേഹം. നിലവിൽ കേന്ദ്ര ഏജൻസികളായ EDയിലോ CBIയിലോ തലപ്പത്തേക്ക് വരാൻ സാധ്യതയുള്ള യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസിന്റെ ചുമതല ലഭിച്ചാൽ കേരളത്തിലെ പല വമ്പൻ അഴിമതി കഥകളും പുറത്തുവരുമെന്ന് CPM ഭയപ്പെടുന്നു. ക്ലീൻ ഇമേജുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഫയലുകൾ പരിശോധിക്കാൻ തുടങ്ങിയാൽ ഭരണസിരാ കേന്ദ്രങ്ങളിലെ പല രഹസ്യ ഇടപാടുകളും വെളിച്ചം കാണും. മുൻപ് വിജിലൻസിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയസമ്പത്തും കേന്ദ്രാന്വേഷണ ഏജൻസികളിലെ പ്രവർത്തന പരിചയവും യോഗേഷ് ഗുപ്തയ്ക്ക് മുതൽക്കൂട്ടാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പൊതുസമൂഹത്തിന് അദ്ദേഹത്തിലുള്ള വിശ്വാസം വലുതാണ്. ഇതുതന്നെയാണ് സർക്കാരിനെ ഭയപ്പെടുത്തുന്ന ഘടകവും. പിണറായി സർക്കാരിനെ വിവരാവകാശ നിയമത്തിലൂടെ കുടുക്കിയ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ ആകുന്നത് ഒരു രാഷ്ട്രീയ മറുപടി കൂടിയാകും. നിലവിൽ വിജിലൻസിന്റെ പക്കലുള്ള പല കേസുകളിലും കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ലെന്ന ആക്ഷേപമുണ്ട്. ഗുപ്ത എത്തുന്നതോടെ ഈ കേസുകളിൽ പുനരന്വേഷണമോ തുടരന്വേഷണമോ ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ യോഗേഷ് ഗുപ്തയുടെ മടങ്ങിവരവ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഒതുക്കുന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ തന്നെ സംസാരമുണ്ട്. ഈ സാഹചര്യത്തിൽ ഗുപ്തയുടെ നിയമനം ഉദ്യോഗസ്ഥ ഭരണക്രമത്തിൽ വലിയ മാറ്റങ്ങൾക്കും തുടക്കമിടും. UDF നേതൃത്വം യോഗേഷ് ഗുപ്തയെ പോലുള്ള ഒരാളെ വിജിലൻസ് ഏൽപ്പിക്കുന്നത് അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ തങ്ങൾക്കുള്ള ആർജവം തെളിയിക്കാനാണ്. പുതിയ മുഖ്യമന്ത്രി എത്തിയാൽ ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളിൽ ഒന്ന് യോഗേഷ് ഗുപ്തയുടെ ഈ പുനർപ്രവേശനമായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. സത്യങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ നിയമത്തിന്റെ കരുത്തുമായി അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമാകുമെന്നുറപ്പാണ്.